ഓക്കെ, സോ ഇന്ന് ഇന്ന് നമ്മൾ ആക്ച്വലി ചർച്ച ചെയ്യാൻ പോകുന്നത് പോസിറ്റീവിനെ കുറിച്ചും നെഗറ്റീവിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ യാതൊരു അറിവും ഇല്ലാത്തൊരു ഒരറിവോ ബുദ്ധിയോ ഒന്നുമില്ലാത്തൊരു സാധാരണ ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് ലൈക്ക് ഞാൻ പറയുന്നത് ഒന്നും അന്തിമ വാക്കായിട്ട് ഒന്നും നിങ്ങൾ എടുക്കരുത്. ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ എപ്പോൾ 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 ബോധ്യം വരുമോ അപ്പോൾ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് ഞാനൊരു കൂഷ്മാണ്ഡമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് പോസിറ്റീവ് നെഗറ്റീവ്. ഈ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ പോസിറ്റീവ് ആൾക്കാരാണ്. ഈ യൂട്യൂബിൽ ഇരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? മൈക്ക് ഓണാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. യൂട്യൂബിൽ ഉള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കണേ, യെസ് എന്നോ നോന്നോ എന്താന്ന് വെച്ചാല്. ഓക്കെ, ശരി ശരി, കേൾക്കാൻ കഴിയുന്നുണ്ട്. ഫൈൻ, ഓൾറൈറ്റ്, ഡൺ. സോ എന്റെ ചോദ്യം, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഞാനല്ല സംസാരിക്കുന്നത്, നമ്മളെല്ലാവരുമാണ് സംസാരിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് എന്താണ് ശരിക്കും? നിങ്ങൾ ഒരു വ്യക്തി പോസിറ്റീവ് ആണെന്ന് പറയുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത, എല്ലാത്തിനോടും ഒരു ഒരു നല്ലൊരു ഒരു എന്താ പറയാ സമീപനമുള്ള ഒരാള്. ഓക്കെ, നെഗറ്റീവായിട്ട് ഇതിലുള്ള ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത, എല്ലാറ്റിനോടും നല്ല സമീപനമുള്ളൊരു ആള്. എല്ലാറ്റിനോടും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആക്ച്വലി കുറെ ആൾക്കാരെ, കൊച്ചു കുട്ടികളെ റേപ്പ് ചെയ്യാണ്, കൊല്ലാണ്. അതിനെ കാണുമ്പോഴും ഓക്കെ, നല്ലൊരു സമീപനം. ശരിയാണോ അത്? അല്ല, അപ്പൊ കഴിയില്ലേ എല്ലാറ്റിനോടും നല്ല സമീപനമുള്ളവർ പോസിറ്റീവ് ആണെന്ന് പറയുന്നത്? ഇല്ല, അവിടെ നല്ല സമീപനം എന്ന് പറയുന്നത് അതിനെ എതിർക്കുക എന്ന് പറയുന്നതല്ലേ? ശരി, I- ഓക്കെ, അല്ലേ? റൈറ്റ്. ഓക്കെ, ശരി ശരി, നെഗറ്റീവ് പോസിറ്റീവ് ഒന്നൊന്നില്ല. ഓക്കെ. വിശ്വകുമാരൻ സാർ അങ്ങനെ പറയണു, ഫൈൻ. അഗെയിൻ, നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാണ്? നെഗറ്റീവ് ഇമോഷൻസ് അവനവനും മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാക്കുന്നുള്ള ചില എന്താ പറയാ ഇമോഷൻസ് എന്ന് പറഞ്ഞ വികാരങ്ങൾ. ദേഷ്യം പിടിക്കുക, വാശി പിടിക്കുക. അവനവനും മറ്റുള്ളവർക്കും പ്രയാസമുള്ള ഒരു ഇമോഷൻ. ഞാനൊരു കള്ളനാണെന്ന് വെക്കൂ. എനിക്ക് ആക്ച്വലി കള്ളനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു വീട്ടില് CCTVയും അതും ഇതും ഒക്കെ ഇരിക്കുന്ന കാണുമ്പോ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അയാൾക്കത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇമോഷൻസ് അല്ലല്ലോ. അയാൾക്ക് അപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ഭയമായിരിക്കുമല്ലോ, അതൊരു നെഗറ്റീവ് ഇമോഷൻ അല്ലേ? ഓക്കെ, ഭയം ഒരു നെഗറ്റീവ് അല്ല, ഇമോഷൻ. അയാൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് അവിടെ നെഗറ്റീവ്. കാരണം വേറൊരാളുടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സമ്പത്തിനെ അത് അയാള് എടുത്തിട്ട് പോകാൻ വരുന്ന ആ മോട്ടീവ് ആണ് അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അല്ലാതെ ആ CCTV അവിടെ നെഗറ്റീവായിട്ട് വരുന്നില്ല. ആ മോട്ടീവാണ് പ്രശ്നം. കാരണം അവിടെ വേറൊരാളിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ശരി അപ്പൊ അത് നെഗറ്റീവായിട്ട് വരും. ശരി, വേറെന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു കല്യാണം നടക്കുന്നു, ഒരു ആണും ഒരു പെണ്ണും ഒരു നോർമൽ മാരേജ് നടക്കുന്നു വെക്കാം. കല്യാണം ഫിക്സ് ചെയ്തു. ലാസ്റ്റ് മൊമെന്റ് ആവുന്ന സമയം വരെ നോർമലി ആ കല്യാണത്തിന്റെ സമയത്തിലേക്ക് പോയിട്ട് ആ ഒരു ടൈം പീരീഡിൽ ഒരു പെണ്ണ് അത് മാറിപ്പോവാന്ന് വെച്ചു, അവിടുന്ന് ഒളിച്ചോടി പോവാ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയം ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പോവാന്ന് വെച്ചു. അപ്പൊ ആ ആൾക്കുണ്ടാവുന്ന ഒരു മാനഹാനി, പിന്നെ അതിനെപ്പറ്റി അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭാവമുണ്ട്. പക്ഷെ അതിവിടെ ഒരു സൈഡ് അറിയുന്നില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ആളിനെ ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ടേ കാണാൻ പറ്റൂ. കാരണം ഈ പാറ്റേൺസ് കൊണ്ട് വേണം ആള് പിന്നീട് ജീവിക്കാൻ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ഒരു ഇത് പറഞ്ഞു കേട്ടോ. അതെ, അതില് ആർക്ക് എന്താണ് അവിടെ നെഗറ്റീവായിട്ട് സംഭവിച്ചത്? അതായത് ഒരാൾക്ക് അത് നെഗറ്റീവ് ആവുമ്പോ മറ്റൊരാൾക്ക് അത് പോസിറ്റീവാണ്. ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിനോടൊപ്പം ജീവിക്കണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയോടൊപ്പം ഓടിപ്പോകും. പക്ഷെ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് ചെയ്യുന്ന നേരത്തെ ചെയ്യാമായിരുന്നു. പക്ഷെ ആ സമയം വരെ കൊണ്ടുപോയി ഒരാളിനെ അപമാനിച്ചു പോവുക എന്ന് അതിനു പറയുന്ന മുൻപ് ഒരു ഞാൻ ചെയ്തു സന്ദർഭം കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ, ഇങ്ങനൊരു നെഗറ്റീവ്. സാഹചര്യം പറയാം. അതിനു മുൻപ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ മാതാപിതാക്കൾ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴോ? ശരി, പറയൂ. ഇനിയും പറയൂ, കുറേ സാഹചര്യങ്ങളൊക്കെ പറയൂ. എന്താണ് ശരിക്കും നെഗറ്റീവ്, എന്താണ് ശരിക്കും പോസിറ്റീവ്? അത് വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുന്നത്. പിന്നെ ഓക്കെ, നമ്മള് അലൈൻഡ് ആയിരിക്കണം എനർജി ആയിട്ട്. അപ്പൊ ഓക്കെ. പോസിറ്റീവ് തിങ്സ് നമ്മിലേക്ക് വരും. എന്താണ് പോസിറ്റീവ് തിങ്സ്? ഒരു സാറിന് ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ലൈവ് കാണുമ്പോ പോസിറ്റീവായിട്ട് തോന്നുന്നു? Me. പോസിറ്റീവ്, റൈറ്റ്? ഇവിടെ ഒരു Yes. സാറിന്റെ പേര് വൈറ്റ് ഡെവിൾ എന്നാണ്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഈ ലൈവ് കാണുമ്പോൾ നെഗറ്റീവ് ആണ് തോന്നുന്നത്, കാരണം ഞങ്ങളുടെ ടൈമിനും കമന്റ്സിനും വാല്യൂ തരുന്നില്ല. ഇത്രേ ഉള്ളൂ നെഗറ്റീവും പോസിറ്റീവും. ഓ മൈ ഗോഡ്, ഇതിനേക്കാൾ വലിയ എക്സാമ്പിൾ ഞാൻ എങ്ങനെയാ തരിക? താങ്ക് യു വൈറ്റ് ഡെവൽ, ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു. ഓക്കെ, ശരി, പറയൂ, എന്താണ് നെഗറ്റീവും പോസിറ്റീവും? മാം, ബിലു ആണേ. ആ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സാധനം ഉണ്ട്. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് ഒരു സാധനത്തിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവറിത്തിങ് ഇസ് ഗുഡ്. അത് ഒരാളുടെ പെർസ്പെക്റ്റീവ് ഡെഫിനറ്റ്ലി ആണ്. ഒരു സാധനത്തിനെ മോശമാക്കുന്നതും നന്നാക്കുന്നതും നമ്മുടെ കണ്ണും നമ്മുടെ ചിന്താഗതി തന്നെയാണ്. ഓക്കെ. നല്ലതും ചീത്തയും ഉണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ എനിക്ക് നല്ലത് ചിലപ്പോ വേറെ ആരുടെങ്കിലും ചീത്തയായിരിക്കും. അതെ, യെസ്. ഓക്കെ. ബാക്കിയുള്ളവർ പറഞ്ഞേ. മാം, ഇപ്പോ നമ്മൾ സോൾട്ടിന്റെ കേസ് എടുക്കുവാണെങ്കിൽ സോൾട്ട് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് കുറവാന്ന് പറയും. സോൾട്ട് ആക്ച്വലി സോൾട്ട് ഒരു എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ കുറയുമ്പോൾ നമ്മൾ പറയും അത് കുറവാണ്, കൂടുതലാണെങ്കിൽ നമ്മൾ പറയുന്നത് കൂടുതലാണ്. നോർമൽ, ഓക്കെ, വാട്ട് ഈസ് റിക്വയർഡ്. ചിലപ്പോൾ ഒരാളുടെ ടേസ്റ്റ് കൂടുതലാണെങ്കിൽ അയാൾക്ക് അത് കൂടുതൽ വേണം, ഒരാൾക്ക് അത് കുറച്ച് മതിയെങ്കിൽ അത് കുറച്ച് വേണം. ആക്ച്വലി സോൾട്ടിന്റെ ഒരു മിസ്റ്റേക്ക് ഇല്ല. ഹൗ വി പെർസീവ് ദാറ്റ് സോൾട്ടിന്റെ ഇൻടേക്ക് എത്ര വേണം എന്ന് വിചാരിക്കുന്നതനുസരിച്ച് it can be negative, it can be positive. മാം, ഞാൻ ഷൈനിയാണ്. പറയൂ മാം. അതെ, സിമിലർ ആയിട്ട് തന്നെ. അതായത് എനിക്ക് ഫേവറബിൾ ആയിട്ട് എന്നെ ഹാപ്പി ആക്കുന്ന സാധനങ്ങൾ എല്ലാം എനിക്ക് പോസിറ്റീവ്, അല്ലെങ്കിൽ എന്നെ അൺഹാപ്പി ആക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം എനിക്ക് നെഗറ്റീവ്. ശരിക്കും പേഴ്സണൽ എന്റെ എന്താ പറയാ പെർസ്പെക്റ്റീവ്സ് ആണ്. ഓക്കെ, താങ്ക് യു. ദെൻ വേറെന്തൊക്കെയാ? വൈറ്റ് ഡബിൾ സാർ വീണ്ടും കമന്റ് ഇട്ടു. അതെ കേട്ടോ മാം, ഇപ്പൊ എന്റെ കമന്റ് വായിച്ചില്ലേ? അതെനിക്ക് പോസിറ്റീവ് ആണ്. ബട്ട് ഇതിന് മുന്നേ ഞാൻ കുറെ കമന്റ്സ് ഇട്ടിരുന്നു, ഒരെണ്ണം പോലും നോക്കിയില്ല. സോ എനിക്കപ്പോ ബാഡ് ആയിട്ട് തോന്നി. ഓക്കെ, ശരി. പക്ഷെ മാം, സൊസൈറ്റിയിൽ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും റോങ് ആയിട്ട് തന്നെയല്ലേ പറയാം. അപ്പൊ നമുക്ക് ഒരാളെ കൊല്ലാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ റോങ് എന്ന് എല്ലാരും കൂടെ എന്താണെങ്കിലും അങ്ങനെ പറയുന്ന കാര്യമല്ലേ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ. നമുക്ക് സാധാരണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, വലിയ വലിയ ലൈക്ക് എന്താ കൊല്ലല് അത് ഇതിലോട്ടൊന്നും പോകണ്ട. ഈവൻ അല്ലെ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. അങ്ങനെ ചിലതുണ്ടല്ലോ. അങ്ങനെ ചിലതുണ്ട്. പ്രകൃതി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പ്രകൃതി ദുരന്തം സംഭവിച്ച് ആളുകൾ മരണപ്പെടുമ്പോ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ദുരന്തങ്ങൾ ഉണ്ടാവാൻ നമ്മൾ തന്നെയാണ് കാരണം. ഓക്കെ, ക്വസ്റ്റ്യൻ. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ആൾക്കാർ മരണപ്പെടുന്നു, അപ്പൊ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? യുദ്ധത്തിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാര് മരണപ്പെടുന്നു, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നമ്മൾക്ക് ഈ പ്രകൃതിയെയും ഇവിടെയുള്ള ആളുകളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ ഓരോരുത്തരിലൂടെയാണ് അത് പ്രാക്ടിക്കൽ ആക്കേണ്ടത്. ദൈവത്തിന്റെ കൃപ കുറച്ചു പേർക്ക് മാത്രമായിട്ടാണോ തരുന്നത്? അല്ല, എല്ലാവർക്കും കിട്ടും. അത് അവർ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ,
ശരി, ബാക്കിയുള്ളവരും പറഞ്ഞേ. പോസിറ്റീവ്, നെഗറ്റീവ് പറയൂ. നമ്മൾ ആക്ച്വലി ഇപ്പോ കണ്ടുവരുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ കല്യാണം കഴിച്ച് ആദ്യ നാളുകളിൽ ഭാര്യ വളരെ പോസിറ്റീവാണ്, ഭർത്താവ് വളരെ പോസിറ്റീവാണ്, സുന്ദരിയാണ്, പോസിറ്റീവാണ്. കാലങ്ങൾ കഴിഞ്ഞാലോ, ഡൈവേഴ്സ് കോർട്ടിൽ നിൽക്കുമ്പോഴോ രണ്ടുപേരും പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. എന്താണോ? നെഗറ്റീവ്. ഓക്കെ, രണ്ടുപേരും നെഗറ്റീവായിരിക്കും. റൈറ്റ്. ഇനി ഭക്ഷണത്തിന്റെ കാര്യം എടുക്കാം. ഭക്ഷണം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുമോ നെഗറ്റീവായിട്ട് തോന്നുമോ? അത് പ്രത്യേകിച്ചൊന്നും തോന്നൂല. കാരണം അത് ഓരോരുത്തരും ഇഷ്ടമല്ല ഭക്ഷണം നെഗറ്റീവായിട്ട് അങ്ങനെ തോന്നും. കഴിക്കുന്നുണ്ടോ. കാരണം എനിക്കത് നല്ലപോലെ തോന്നാറുണ്ട്. റൈറ്റ്, ഓക്കെ, സോ ഡൺ. ദെൻ നെഗറ്റീവ് ഉണ്ട് മാം. ഉണ്ടോ? ശരി, ഉണ്ട്. നെഗറ്റീവ് ശരിക്കും ഉണ്ട്. എന്താ ചേച്ചി നെഗറ്റീവ് പറയും? നെഗറ്റീവ് ഇപ്പോ നമ്മളിപ്പോ രണ്ടു തരത്തിലും പറയാ. പറഞ്ഞോ. കാരണം ഇപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ സന്തോഷമായിട്ടൊരു കാര്യം ചെയ്യാണ്. അപ്പൊ ആ കാര്യത്തിനെ നമ്മളോട് എതിർത്ത് പറയച്ച ഒട്ടും യോജിപ്പില്ലാതെ പറയുമ്പോ അത് നെഗറ്റീവാണ്. നമുക്ക് ആ കാര്യത്തിന് പോവാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആളോട് നെഗറ്റീവ് തന്നെ തോന്നുക. അത് നമ്മുടെ തോന്നലാണ്. ഇപ്പൊ നമ്മൾ വളരെ സങ്കടത്തിരിക്കുകയാണെന്ന് വെച്ചോ, ഒരു എക്സാമ്പിൾ ചോദിക്കാം. ചിരിക്കുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഓക്കെ, ഒരാള് വീഴുമ്പോ നമുക്ക് ചിരിച്ചാൽ അത് പോസിറ്റീവ്. നെഗറ്റീവ് ആണ്. ചിലര് പറഞ്ഞു നെഗറ്റീവ്, ലൈക്ക് എന്താ പറയാ, വീഴുമ്പോ ചിരിക്കുന്നത് നെഗറ്റീവ്. എന്താണ്? വീഴുമ്പോ ചിരിക്കാൻ പാടില്ല, നെഗറ്റീവാണ്. വീഴുമ്പോ ചിരിച്ചാൽ നെഗറ്റീവ് ആണ്. നമ്മൾ വളരെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ നമുക്ക് അവരെ പോസിറ്റീവായിട്ട് തോന്നുമോ നെഗറ്റീവായിട്ട് തോന്നുമോ? നെഗറ്റീവ്. നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുക. നമ്മൾ ഒരുപാട് അവർക്ക് സന്തോഷത്തിലിരിക്കുമ്പോൾ കരയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുമോ നെഗറ്റീവായിട്ട് തോന്നുമോ? നെഗറ്റീവ്. നെഗറ്റീവായിട്ട്. കരയുന്നത് അപ്പൊ നെഗറ്റീവ് ആണോ? സങ്കടങ്ങൾ അപ്പൊ നെഗറ്റീവ് ആണോ? നോ. ഓക്കെ, പറയൂ, ഇനി പറയൂ, സാഹചര്യങ്ങൾ പറയൂ, നിങ്ങൾ തന്നെ പറയൂ, ജോലിയുടെ വെച്ചിട്ട് പറയൂ. ജനനം, മരണം. ജനിക്കുമ്പോ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നും, മരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. ശരിയാണോ? മരിക്കാതെ നമ്മൾ 500, 600, 700, 8000 വർഷമൊക്കെ ഇവിടെ ജനിച്ച ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നാൽ അത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? എല്ലാ കാര്യങ്ങളെയും എടുത്തു നോക്കൂ. ഇതുവരെ ഈ ലോകത്ത് നമ്മൾ സംസാരിക്കുന്നതും സംസാരിക്കാത്തതുമായിട്ടുള്ള സകല കാര്യങ്ങളെയും നിങ്ങൾ എടുത്തു നോക്കൂ. ശരിക്കും പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നമ്മൾ വിലയിരുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ അപ്പോഴുള്ള അവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യം മാത്രമാണോ, അതോ ശരിക്കും ഒരു യൂണിവേഴ്സൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടോ? ഇന്ന് എനിക്കൊരു സഹോദരി മെസ്സേജ് അയച്ചു. ആ മെസ്സേജിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: അവര് ഫുഡ് പോലും വേറെ ആരിൽ നിന്നും കഴിക്കില്ല, ഒരു ഫുഡ് ആരിൽ നിന്നും, കാരണം അവരുടെ നെഗറ്റീവ് വരുമോ എന്ന് പേടിച്ചിട്ട് ആരിൽ നിന്നും ഒരു ഭക്ഷണം സ്വീകരിക്കില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. എനിക്ക് വേറെ ആരും അങ്ങനെ ഒന്നും തൊടുന്നത്, ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം നെഗറ്റീവ് പീപ്പിളിൽ നിന്ന് അവരുടെ എനർജി എന്നിലോട്ട് വരുമോ എന്ന ഭയം കൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മ എടുക്കുമോ എന്ന് പേടിച്ചിട്ട് അത് പറ്റുന്നില്ല. സോ ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ട് കഷ്ടപ്പെട്ട് വേദന തിന്ന് ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. ആ ആ സെന്റൻസ് മുഴുവൻ വായിക്കുമ്പോൾ ഭയത്തിന്റെ ഊർജം ഇങ്ങനെ അതിനകത്തുനിന്ന് വരികയാണ് പുറത്തോട്ട്. ഭയത്തിന്റെ ഊർജം. അയ്യോ, അവരിൽ നിന്ന് നെഗറ്റീവ് വരുമോ, ഇവരിൽ നിന്ന് നെഗറ്റീവ് വരുമോ, ആ പ്രയാസങ്ങളിൽ നിന്ന് നെഗറ്റീവ് വരുമോ, ഈ പ്രയാസങ്ങളിൽ നിന്ന് എനിക്ക് നെഗറ്റീവ് വരുമോ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടേതെന്നും, ഓക്കെ, നമ്മുടെ നന്മകൾ, നമ്മൾ ചെയ്ത നന്മകൾ കാരണം നമുക്ക് സംഭവിച്ചു എന്നും,
എന്തെങ്കിലും പ്രയാസം സംഭവിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ കർമ്മ എടുത്തു എന്ന് പറയുന്നത് എവിടെയെങ്കിലും ശരിയാകുമോ? പോസിറ്റീവ് നെഗറ്റീവും എന്താണെന്ന് വീണ്ടും വീണ്ടും ഇരുന്ന് നിങ്ങൾ ആലോചിക്കൂ. എന്താണ് ശരിക്കും പോസിറ്റീവ്, എന്താണ് ശരിക്കും നെഗറ്റീവ്? ജോലിസ്ഥലത്ത് ജോലിസ്ഥലത്ത് ആക്ച്വലി നമുക്ക് നമ്മളെക്കാൾ ലൈക്കിനോ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെല്ലാം നെഗറ്റീവാണ്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം പോസിറ്റീവാണ്. ശരിയാണോ? ജോലി സ്ഥലത്തെന്നല്ല, എല്ലാ സ്ഥലത്തും നമുക്ക് ഫ്രണ്ട്സ് എല്ലാം നമ്മൾ ആക്ച്വലി നെഗറ്റീവ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരോ അല്ലെങ്കിൽ ഞാൻ ജാതി എന്നൊന്നും പറയല്ല, പക്ഷെ നിങ്ങൾ സ്വയം ആലോചിക്കൂ. മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെയും ഉയർന്ന ജാതിയായിട്ടല്ലല്ലോ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ആക്ച്വലി കൃഷിക്കാരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എന്നാൽ അവരുടെ കൂടെ കോൺട്രിബ്യൂഷൻ ആയിട്ടല്ലേ നമ്മൾ ആക്ച്വലി ജീവിക്കുന്നത്. അവരെയൊക്കെ നമ്മൾ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് പീപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി ഏത് മേഖല എടുത്തു നോക്കൂ. നമുക്കൊരു പക്ഷേ ഒരു അപകടം വരുന്ന സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവറോ ഒരു ടാക്സി ഡ്രൈവറോ ആയിരിക്കും നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കാം. അവരൊക്കെ നെഗറ്റീവ് ആണോ? എല്ലാവരുടെയും കോൺട്രിബ്യൂഷനിലല്ലേ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. എന്നിട്ട് അവരെയൊക്കെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസൾട്ട് ചെയ്യണോ, പരിഹസിക്കണോ? സകലരുടെയും 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 ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ കാർന്നു തിന്നുന്ന വിഷമാണ് നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ ലൈക്ക് എന്താ പറയാ, ലൈക്ക് അപമാനിക്കുക. ആ അപമാനിക്കുന്നതൊന്നും നെഗറ്റീവ് സ്വഭാവമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പോസിറ്റീവ് ആൾക്കാരെ ഓ പോസിറ്റീവ് ആൾക്കാരെ പറയൂ. കുറെ പോസിറ്റീവ് ഗ്രൂപ്പ്സ് ഉണ്ട്. I'm positive, I'm positive, I'm positive, I'm positive. Everybody else is negative. And I'll take everyone's contribution into my life, but I'll consider them as negative. Okay? Just go and search എല്ലാ മേഖല എടുത്ത് നോക്കൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ പോസിറ്റീവ് ആൾക്കാർ മാത്രമാണോ, ഞാൻ നെഗറ്റീവ് എന്ന് വെറുക്കുന്ന ആൾക്കാർ മാത്രമാണ് എന്നൊന്ന് ശരിക്കൊന്ന് നോക്കിയേ. റൈറ്റ്? സോ ഇസ് ദർ എനി പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ശരിക്കും ഏറ്റവും രസകരമായി തോന്നിയ വേറൊരു കാര്യം പറയാം. ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഈ കറണ്ടില്ലേ, കറണ്ടിൽ ആക്ച്വലി നെഗറ്റീവില് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അപകടമൊന്നും സംഭവിക്കത്തില്ല. പോസിറ്റീവില് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷോക്ക് അടിച്ച് മരിച്ചു. ശരിയാണോ? അത് ശരിയാ. ഓക്കെ, അപ്പൊ നമുക്ക് അപകടം വരുത്തി വെക്കുന്ന അപ്പൊ എന്തുവാ? പോസിറ്റീവ്. അയ്യോ, എന്തൊക്കെ രസാ! നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്. ജനങ്ങളെ ഇങ്ങനെ ഓൾറെഡി തന്നെ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ മനുഷ്യരെ വേർതിരിക്കുന്നത്. മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, നിറത്തിന്റെ പേരില്, പണത്തിന്റെ പേരില്, സ്ത്രീ പുരുഷന്മാരുടെ പേരില്, ലൈക് ജെൻഡറിന്റെ പേരില്, ഗേ ലെസ്ബിയൻ എന്ന പേരില്, എന്തൊക്കെ പേരിലാണ് നമ്മൾ ആൾക്കാരെ വേർതിരിക്കുന്നത്. അതൊക്കെ പോയിട്ട് ഇനിയിപ്പോ അടുത്തത് കുറെ പോസിറ്റീവ് കുറെ നെഗറ്റീവ്, പുതിയൊരു എന്താ പറയാ, പുതിയ മതം. മറ്റുള്ളവരുടെ കർമ്മ എടുക്കോ, കർമ്മ എടുക്കോ, കർമ്മ എടുക്കോ, കർമ്മ എടുക്കോ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ എന്താ, എനർജി ചെയ്ത് കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ കർമ്മ എടുക്കും, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കർമ്മ എടുക്കും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ, വാട്ട് ഇസ് ഇറ്റ്? എനിക്ക് അറിവില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ എന്താണിത്. എനിക്കൊരു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മനുഷ്യനെയും ഒരു വ്യക്തിയെയും ലൈക്ക് എന്താ പറയാ, അവരും കൂടെ ഉൾപ്പെട്ടതാണ് ഈ ലോകത്തിലെ നല്ലതും ചീത്തതും എന്ന് വിളിക്കുന്ന എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടതാണ് എന്റെ ജീവിതം. കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ ആ വഴികളിലൂടെയൊക്കെ റോഡിട്ട മനുഷ്യര് ഒരു പക്ഷേ നമുക്ക് മലയാളികൾക്ക് മേ ബി ബംഗാളികൾ എന്നൊക്കെ പറയുമ്പോൾ പുച്ഛമായിരിക്കാം. ഹവർ അവരും ഒക്കെ പണിയെടുത്തിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഓരോ വീടുകളും ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ,
കുറെ ചിരിച്ചാല്. then വേറെന്തൊക്കെയാ പറയും? മാം, ഈ നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ റൈറ്റ് റോങ് അങ്ങനത്തെ ഒരു പൊളാരിറ്റി ഉണ്ടല്ലോ, ഉം. അതിന്ന് ഡിഫറെന്റ് ആണോ ട്രൂത്ത് എന്ന് പറയുന്ന, സത്യം Yeah. എന്ന് പറയുന്നത്? കാരണം നമ്മൾ ട്രൂത്ത് ഒറ്റ സാധന, അതിനൊരു Truth ഇതില്ല. വെച്ചാല് നമ്മൾ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് പോസിറ്റീവ് എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയത് കൊണ്ടാണ്. ട്രൂത്തിൽ മാത്രമാണ് ഞാൻ ആക്ച്വലി നിലനിൽക്കുന്നത്. എന്താണ് ട്രൂത്ത്? എന്താണ്? നിങ്ങൾ ആര് വന്ന് എന്നോട് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കും, എങ്ങനെ നമുക്ക് മറ്റൊരാളെ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ പറയാൻ പറ്റും? എന്ത് കൺസെപ്റ്റിൽ, ഏത് തലത്തിൽ നമുക്ക് പറയാൻ പറ്റും? ചിലർ പറയും യോഗം വിധിയാണെങ്കിൽ പിന്നെ ലോകത്ത് ഒരു മനുഷ്യനെ നമുക്ക് ഒരു വിധത്തിലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. മനുഷ്യർക്ക് എന്ത് തെറ്റും ചെയ്യാം, കാരണം അവർക്കുള്ള വിധിയാണത്. വിധികൾ അവർ ചെയ്തു തീർക്കുന്നു. എങ്കിൽ പിന്നെ നമ്മള് കള്ളനെയോ കൊലപാതകയോ ഒരു മനുഷ്യനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ? മാം ഇപ്പം തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഈ തെറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? തെറ്റെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. തെറ്റും എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ തെറ്റും ശരിയോ ഒന്നും എനിക്ക് അറിയില്ലാത്തോണ്ടാണ് കേട്ടോ. ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സത്യത്തില്. തെറ്റ് ആർക്ക്? എന്ത് തെറ്റ്? ക്രിസ്ത്യാനികൾക്ക് മുസ്ലിംസിനെ കാണുമ്പോഴോ ഹിന്ദുസിനെ കാണുമ്പോഴോ തെറ്റൊന്നും തോന്നും. മുസ്ലിംസിന് ക്രിസ്ത്യാനികളെ കാണുമ്പോഴും ഹിന്ദുസിനെ കാണുമ്പോഴും തെറ്റൊന്ന് തോന്നും. ഹിന്ദുസിന് ക്രിസ്ത്യൻസിനെ കാണുമ്പോഴും മുസ്ലിംസിനെ കാണുമ്പോഴും തെറ്റൊന്ന് തോന്നും. BJP-കാർക്ക് LDF UDF തെറ്റൊന്ന് തോന്നും. LDF-കാർക്ക് BJP-കാരും ലൈക്ക് കോൺഗ്രസ്സുകാരും തെറ്റൊന്ന് തോന്നും. കോൺഗ്രസ്സുകാർക്ക് BJP-കാരും ഇവരും തെറ്റൊന്ന് തോന്നും. LDF തെറ്റൊന്ന് തോന്നും. എന്താണ് അപ്പൊ ശരിക്കും യഥാർത്ഥ തെറ്റും ശരിയും? നമുക്ക് കേരളത്തുള്ളവർക്ക് നമ്മളാണ് ശരിയെന്ന് തോന്നും. നോർത്ത് ഇന്ത്യക്കാർ തെറ്റെന്ന് തോന്നും. നമുക്ക് വേറെ ദേശത്തുള്ള ആൾക്കാർ തെറ്റെന്ന് തോന്നും. പാവപ്പെട്ടവർക്ക് സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റെന്ന് തോന്നും. സ്ത്രീധനം വാങ്ങുന്നതൊക്കെ തെറ്റെന്ന്, കൊടുക്കുന്നത് തെറ്റെന്ന്. അമ്മമാരുള്ളവർക്ക്, പെൺമക്കളുള്ളവർക്ക് സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റെന്ന് തോന്നും. ആൺമക്കളുള്ളവർക്ക് സ്ത്രീധനം വാങ്ങുന്നതാണ് ശരിയെന്ന് തോന്നും. അപ്പൊ എന്താ തെറ്റും ശരിയും? പ്ലീസ് ആസ്ക് യുവർസെൽഫ്. മാം, അത് ഓരോരുത്തരുടെ കർമ്മ അനുസരിച്ചിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്താണ് വരുന്നത്. ആക്ച്വലി കർമ്മ? നമ്മള് പാസ്റ്റ് ലൈഫിൽ ചെയ്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? നമുക്കറിയാൻ പറ്റില്ലല്ലോ. എന്താണ് കർമ്മ എന്ന് ശരിക്കും ഒന്ന് ഡിഫൈൻ, എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്താണ് കർമ്മ? എന്താണ് കർമ്മ? ഉം. അത് പറഞ്ഞുതരൂ. തെറ്റും ശരിയെ ബേസ് ചെയ്തിട്ടാണ് കർമ്മ. തെറ്റും ശരിയും ഓരോരുത്തർക്ക് അപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. then എങ്ങനെയാണ് കർമ്മ? എനിക്ക് ശരിക്കും പറഞ്ഞ അറിയില്ല കേട്ടോ. ഐ ഡോണ്ട് നോ, ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. ഞാനിങ്ങനെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് ശരിക്കും. ഒരാള് രാജാവും ഒരാള് കൂലിക്കാരനും ആവുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാളുടെ താഴെ നിന്ന് ഇത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ ജനിച്ചു, എനിക്കിപ്പോ പലരെ ഡിപ്പെൻഡ് ചെയ്യണു. അപ്പൊ പലതും ഇത് അവരെ അനുസരിക്കേണ്ടി വരുന്നു, ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. അപ്പം ഡിപ്പെൻഡബിൾ അല്ല, അതൊരു ടൈംലെസ് സ്പേസ് ഉണ്ടാവുമോ എവിടെങ്കിലും? സാറ് ചോദിച്ചേ, അത് തന്നെ സാറ് ചോദിക്കൂ. അതിന്റെ അർത്ഥം നല്ലവരായതുകൊണ്ടാണോ രാജാക്കന്മാരായിട്ടല്ലേ രാജകുടുംബങ്ങളിൽ ജനിക്കുന്നത്? എങ്കിൽ പിന്നെ രാജാക്കന്മാരും രാജകുടുംബങ്ങളിലും ജനിച്ചവരൊക്കെയും അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങളൊന്നും പുറപ്പെടുവിക്കരുതായിരുന്നു. മോശക്കാരായതുകൊണ്ടാണോ സാർ ഒരു അടിമയായിട്ടോ അല്ലെങ്കിൽ ആ തരത്തിൽ ജനിച്ചത്? നിങ്ങൾ സ്വയം ചോദിക്കൂ. പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ആസ്പദമാക്കിയിട്ടാണോ ഉള്ളത്? അതൊക്കെ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങളും കൂടുതലായിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളുമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി എന്തുകൊണ്ട് പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നു, എന്തുകൊണ്ട് പണക്കാരനായിട്ട് ജനിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കോളില് നമ്മൾ സംസാരിക്കാൻ വന്നത് പോസിറ്റീവും നെഗറ്റീവും എന്ന് പറഞ്ഞ്
ജനങ്ങളെ വേർതിരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. നമ്മളും അതിൽ ഒരുപാട് ഇങ്ങനെ വിശ്വസിക്കുന്ന പോസിറ്റീവ് കുറച്ചിപ്പോ വീട്ടിൽ നമ്മൾ സീരിയൽ കാണുന്ന നമ്മുടെ വീട്ടിലെ അമ്മമാരെയൊക്കെ നമ്മൾ ഒരു പക്ഷെ വിചാരിക്കും എന്തൊരു നെഗറ്റീവാണ്, എപ്പോഴും ഒരു സീരിയലും കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ ഈ അമ്മയായിരിക്കും നമുക്ക് കുക്ക് ചെയ്ത് ആഹാരം തരുന്നത്. ഒന്നാലോചിച്ച് നോക്കി, എത്ര കരുണയില്ലാതെയാണ് നമ്മൾ അവരെ നെഗറ്റീവ് എന്നൊക്കെ വിചാരിച്ചു പോകുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ എല്ലാവരെയും നമ്മൾ നെഗറ്റീവായിട്ടാ കരുതുക. ഈസ് ദാറ്റ് റിയലി ട്രൂ? ശരിക്കും ആൾക്കാർ എങ്കിൽ ആ നെഗറ്റീവ് ഉൾപ്പെടെയാണ് നമ്മുടെ ജീവിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണത്. ഇറങ്ങ്. ലൈക്ക് നമ്മൾ ഏറ്റവും വെറുക്കുന്ന, ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ മേ ബി നമ്മൾ ആക്ച്വലി ടൂറിനൊന്നും കൊണ്ടുപോകാത്ത ആളായിരിക്കാം, വ്യക്തിയായിരിക്കാം. എന്നാൽ അദ്ദേഹം കഠിന അധ്വാനം ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഒരല്പസമയം ഒന്ന് വിശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത്. ഒരിക്കൽ പോലും എന്നെ ഒരു സ്ഥലത്തും പുറത്തും കൊണ്ടുപോകത്തില്ല, ഒന്നും കൊണ്ടുപോകത്തില്ല. നമുക്ക് അദ്ദേഹത്തെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും തോന്നുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അധ്വാനമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് പേയ്മെന്റ് ചെയ്യുന്ന ബില്ല്, വീടിന് വാടക കൊടുക്കുന്ന കാശ് ഒക്കെ. ഓക്കെ. ആൻഡ് വീട്ടില് ഇരുന്ന് വർക്ക് ചെയ്ത് ലൈക്ക് വീട്ടിലിരുന്ന് കുടുംബം മുഴുവൻ സംരക്ഷിക്കുന്ന അമ്മ, ഭാര്യ, മേ ബി കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ഭാര്യ, ആൻഡ് എല്ലാം ലൈക്ക് എന്താ വീട്ടിലെ പാത്രങ്ങൾ, തുണി കഴുകുന്നു, പാത്രം കഴുകുന്നു, വീട് മുഴുവൻ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്ന ഭാര്യ കാണുമ്പോൾ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നും. എന്താ ഇത്, ഒന്നും ചെയ്യുന്നില്ല, ഇവളിവിടെ എന്ത് ചെയ്യുന്നു, ചുമ്മാ ഓരോ സൂം മീറ്റിംഗ് നോക്കി മൊബൈൽ നോക്കി ഇരിക്കുന്നു എന്നായിരിക്കും നമുക്ക് തോന്നുക. നെഗറ്റീവായിട്ടായിരിക്കും മാം തോന്നുക. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരിപ്പം ഒരു 5 വയസ്സുള്ള കുട്ടീനെ റേപ്പ് ചെയ്തു, അപ്പൊ യൂണിവേഴ്സലി എല്ലാവർക്കും അതൊരു ഇഷ്ടമില്ലാത്ത ഫീലിംഗ് ഉണ്ടാകും മോസ്റ്റ്ലി. അപ്പൊ ആ ഒരു ഫീലിംഗ് നമ്മൾ എന്താ പറയാ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞാൽ അത് വലിയൊരു എന്താ പറയാ കോൺട്രവേഴ്സിയൽ ക്രിയേറ്റ്. ഓക്കെ. അതുകൊണ്ട് ഇതിനുള്ള ഉത്തരം ക്ലാസ്സുകളിൽ വരുന്നവരോട് മാത്രമേ ഞാൻ പറയുള്ളൂ. ഐ എം സോറി. ഓക്കെ. എല്ലാവരോടും എല്ലാം പറഞ്ഞ് വെറുതെ നമ്മൾ എന്തിനാ എല്ലാവരുടെ ആയുധവും നമ്മുടെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നത്? നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എന്തുകൊണ്ട്? ഓക്കെ, ഐ എം നോട്ട് ടേക്കിംഗ് ദാറ്റ് സബ്ജക്ട് നൗ. Yeah. All right. So, my dear all, please know that even if you call somebody as negative, നമ്മൾ ആരെങ്കിലും ഒരാളെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ സാഹചര്യം കൊണ്ട് അവർ അങ്ങനെ ആയിപ്പോയതായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും അവസ്ഥ കൊണ്ട് അവർ ദുഃഖിതരായിരിക്കാം. കുഞ്ഞുനാള് മുതൽ പാരൻസ് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം നൽകാത്തത് കൊണ്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങളിലും ദുഃഖത്തിലും വിണ്ടുകീറിയ ജീവിതങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാകാം. എപ്പോഴും എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന മനുഷ്യരുണ്ടാകാം. കാരണം അവർ ജീവിച്ചു വന്ന ഒരു ജീവിത രീതിയുണ്ട്. അതൊക്കെ കാരണം അവരങ്ങനെ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ ആ വ്യക്തികൾ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. അവരെയൊക്കെ ആക്ച്വലി മീൻസ് വിഷമിക്കുന്ന ഒരു വ്യക്തിയെ സാന്ത്വനിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയണ്ടേ? എല്ലാവരും മോശക്കാരാണെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാല് ആരെയാണ് ഈ ലോകത്ത് സഹായിക്കാൻ പറ്റുക? ഒരു ചേച്ചി വിഷമത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു ചേച്ചി പറഞ്ഞ കാര്യമാണ്. അവരുടെ ലൈക്ക് അവര് വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരു വ്യക്തി ഇവരെ നെഗറ്റീവ് എന്നാണ് സങ്കല്പിക്കുന്നത്. കാരണം ഇവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കരുണയില്ലാത്തൊരവസ്ഥയാണ്. ഭർത്താവ് പോയതിന് ആ പാവം സ്ത്രീ എന്ത് ചെയ്തു? ആ പാവം ഒന്നാമത് ഒറ്റപ്പെട്ടു പോയതിന്റെ വിഷമത്തിലായിരിക്കും അവർ ജീവിക്കുക. ഓക്കെ. സോ ഇതെല്ലാം മനുഷ്യർ സൃഷ്ടിച്ചു താങ്കളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടത്താനായിട്ട്
അവരവരുടെ അവസ്ഥയെ സ്വയം പോസിറ്റീവ് എന്നും താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെടുന്ന സകലരെയും നെഗറ്റീവ് എന്നും വിളിക്കാനായിട്ട് ഉപയോഗിക്കും. അതിനുള്ളൊരു വാക്കാണ്. ഓക്കെ, ശരി. മറ്റുള്ളവരുടെ പ്രയാസം നിറഞ്ഞ അവസ്ഥകളെ നമുക്ക് കളിയാക്കാതിരിക്കാം. ഓക്കെ, ആൻഡ് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറഞ്ഞ് നമുക്ക് ഇൻസൾട്ട് ചെയ്യാതിരിക്കാം. ഒരു പക്ഷെ കുറച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന സ്വഭാവക്കാരൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ പോലും അറിയാതെ എവിടെയൊക്കെയോ അവർ നമ്മെ സഹായിക്കുന്നുണ്ട്, നമുക്കത് അറിയില്ല. പക്ഷെ ഡയറക്റ്റ്ലി ആയിരിക്കില്ല, ഇൻഡയറക്ട്ലി ആയിരുന്നാലും ഇവർ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്? നമുക്ക് അങ്ങനെ I don't know what to say, but I'm just saying, let's not separate people like that. എല്ലാം ഉൾപ്പെടെ ഉള്ളതാണ് വൺനെസ് എന്ന് പറയുന്നത്. അതായത് എല്ലാം ഉൾപ്പെടെ, നമ്മളെല്ലാം പോസിറ്റീവ് എന്ന് പറയുന്ന ആൾക്കാരും നെഗറ്റീവ് എന്ന് പറയുന്ന ആൾക്കാരും. എനിക്കിപ്പോ വന്ന് ശരിക്കും പറഞ്ഞ പോസിറ്റീവ് എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഏറ്റവും കൂടുതൽ not judging. All right, anyway. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? സാർ പറഞ്ഞ കറക്റ്റ് ആണ്. എനിവേ, ഓക്കെ. അവിടെ ഒരു അഹങ്കാരമുണ്ട്. ഞാൻ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു അഹങ്കാരമുണ്ട്. അപ്പൊ അഹങ്കാരം എന്ത് ഇമോഷനാണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അഹങ്കാരം എന്ത് ഇമോഷനാണ്? ഓക്കെ, സോ നിങ്ങൾ ഉത്തരം പറയാത്ത എന്തുകൊണ്ടാ? കുരുക്ക് വീഴുന്ന് പേടിച്ചിട്ടാ? അയ്യോ, ഇതെന്താ ആരും ഉത്തരം പറയാണ്ടിരിക്കണേ? ഞാൻ സ്റ്റക്കായിരിക്കണോ? അത് സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുമല്ലോ. അതെ അതെ, ഓക്കെ, ശരി. പിന്നെ കരുണയുള്ളവരായിരുന്നാല് നെഗറ്റീവും ഉണ്ടാവില്ല, പോസിറ്റീവ് ഒന്നും ഉണ്ടാവില്ല. കരുണയുള്ളവരായിരുന്നാൽ എല്ലാവരും ചവിട്ടും കുത്തും ഇടിയും കേൾക്കണം. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മള് ജഡ്ജ്മെന്റ് ഇല്ലാണ്ട്, അതായത് കോൺഷ്യസ്നസ് പഠിച്ചവർക്ക് ഇത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കോമൺ പീപ്പിളിന് ബുദ്ധിമുട്ട്. കുറച്ച് വളരെ ധൈര്യം വേണം. എന്നുവെച്ചാല് അതിനെ ഒരു ആയുധമാക്കി യൂസ് ചെയ്യും. അതെ, അല്പം പക്ഷെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കൊരു ഡിസ്ട്രാക്ഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കുമല്ലോ ഇതിലൂടെ കടന്നു പോകുന്നു. അതെ, എനിവേ, ഓക്കെ, റൈറ്റ്. സോ So let us actually go into the next process. നമ്മൾ അടുത്ത പ്രോസസ്സിന് പോകുന്നതിന് മുൻപ് നമുക്ക് എല്ലാവരെയും നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ വിളിക്കുന്ന നിർത്തിയിട്ട് നോക്കൂ, നമ്മുടെ ഭാരതീയ സംസ്കാരം പഠിപ്പിച്ചത് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. തൂണിലും തുരുമ്പിലും കടവുളിരിക്കിറാർ എന്നാണ് പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്. கடவுள் இருக்கிறார், தெய்வம் இருப்புണ്ട്. തൂണിലും തുരുമ്പിലും ദൈവം ഇരിപ്പുണ്ട്. സകലതും ഈശ്വരന്റെ സൃഷ്ടിയാണ്. സകലതും നമ്മൾ ഇരിക്കുന്ന ചെയറും നമ്മെ ഇരിക്കാൻ, ഇപ്പൊ നമുക്ക് മുട്ടുവേദനയുണ്ട്, നമുക്ക് ഇരിക്കാനായിട്ട് മുട്ടുമടക്കാണ്ട് സ്വസ്ഥമായി ഇരിക്കാൻ ഒരു കസേര ലഭിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം അത് ഈശ്വരനാണ്. ഓക്കെ, നമുക്ക് ഭക്ഷണം വിശക്കുന്ന സമയത്ത് നമ്മളൊരു യാത്ര പോയി ലൈക്ക് ഫുഡില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത മതത്തിലെ ഒരു വ്യക്തി ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നു. ആ നിമിഷം നമുക്ക് കഴിക്കാൻ ഒരല്പം ഭക്ഷണം നൽകാൻ ആ വ്യക്തി തയ്യാറാവുകയാണെങ്കിൽ, അവരിൽ നിന്ന് നമ്മൾ ഭക്ഷണം സ്വീകരിക്കുകയാണെങ്കിൽ, അവര് ഈശ്വരനാണോ നമുക്ക് എല്ലാവർക്കും. അതെ, ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. വാവ്, അതാരാ പാടിയത്? എല്ലാരും ഒരു കൈയടി കൊടുത്തേ. ആലിസ്. അമേസിങ്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമസ്കാരം. ഇതോടൊപ്പം ആ ഹെവിയും ലൈറ്റും കൂടി ഒന്ന് പറയാൻ പറ്റുമോ? അതിപ്പോ പറഞ്ഞുതരാൻ പറ്റത്തില്ല. അത് നമുക്ക് ആക്ച്വലി ആക്സസ് ക്ലാസ്സിലുള്ള ടൂൾ അല്ലേ. ആക്സസ് ഓക്കെ, അല്ല ഞാൻ അല്ല മാം, ടൂളിന് വേണ്ടിയല്ല, ടൂളിനുള്ള രീതിയിലല്ല ഞാൻ ചോദിച്ചത്. നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. ചില സമയത്ത് നമുക്ക് ആ ഹെവിനെസ്സും ചില സമയത്ത് നമുക്ക് ലൈറ്റ്നെസ്സും വരുന്നത് ഈ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ജസ്റ്റ് അത് മാത്രം. മാഡം മാത്സസ് പഠിച്ചാണോ? യെസ്. അപ്പൊ ഞാൻ എന്താ ക്ലാസ്സിൽ എന്താ പറഞ്ഞു തന്നത്? നമുക്ക്
നമുക്ക് ആ നമുക്ക് ഫീൽ ചെയ്യുന്നത് വ്യക്തിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് എക്സാക്ട്ലി ആ വ്യക്തിക്ക് ചിലപ്പോ അത് ശരിയാകണമെന്നില്ല. ആ വ്യക്തിക്ക് അത് ആ വ്യക്തിയെ മാത്രം സംബന്ധിച്ചുള്ള കാര്യമാണ്, ഇറ്റ്സ് മറ്റാർക്കും ക്ലിയർ മാം, ബാധകമല്ല. ഇറ്റ്സ് അതിന്റെ ക്ലിയർ. അർത്ഥം അത് നെഗറ്റീവോ പോസിറ്റീവോ അല്ല. യെസ്, റൈറ്റ്? ഇറ്റ്സ് ക്ലിയർ 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 ഓക്കെ, ക്ലിയർ. ശരി. ഇതിങ്ങനെ കേട്ടപ്പോ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് മാത്രം ചോദിച്ചതാ. ഞാൻ ആക്സസ് ക്ലാസ് അന്ന് പഠിക്കാൻ പറഞ്ഞത് പറയുമ്പോഴും എല്ലാവരോടും പറയാ, നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ, സമാധാനം എന്ന് പറഞ്ഞാൽ ഈ സംഭാഷണം കേൾക്കുമ്പോഴോ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സമാധാനം തോന്നിയാൽ മാത്രം വരിക എന്നാ പറയാ. നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കണമെന്നൊന്നും പറയാറില്ല. കാരണം ഒരു ഹെവിനെസ് തോന്നുന്ന വ്യക്തിക്ക് അത് ട്രൂ അല്ല. അല്ല, ഇപ്പോ മാം ഇത് പറഞ്ഞപ്പോ എനിക്ക് ഒരു സത്യം. കൺഫ്യൂഷൻ കയറി വന്നതുകൊണ്ട് മാത്രം ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. എനിക്ക് എന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ മാം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ? ആലിസ് ചേച്ചിയാണോ? അതെ, പറഞ്ഞോളൂ. മാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എന്താലോചിച്ചാലും ഒരു പേടിയും, അതുപോലെ തന്നെ ഈ മെഡിറ്റേഷനൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പകുതി ആകുമ്പോഴത്തേക്കും എൻ്റെ ഇതെല്ലാം അങ്ങോട്ടും എവിടെയെങ്കിലും ഓടിപ്പോകും. കാരണം അത്രയ്ക്കും മാമനറിയാലോ, പണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചത് ഇന്ന് നിർത്തൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞത്. അപ്പോ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തന്നില്ലേ അന്നത്തെ എന്റെ ആ അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം മുമ്പേ. ഞാൻ എന്നിട്ട് അത് പറഞ്ഞു. അന്ന് മുതൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നുണ്ട്. അത്രയ്ക്കും എന്റെ ചുറ്റും പ്രശ്നങ്ങളുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് ഞാൻ അത് മാം പറഞ്ഞതുപോലെ എഴുതി അത് ബേൺ ചെയ്തു. എനിക്കറിയില്ല, എന്റെ തലേന്നെന്തോ ഊരിപ്പോയതുപോലുള്ള ഒരു സമാധാനം എനിക്കത് കഴിഞ്ഞിട്ട്. അതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക? താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് മാം. Thank you. Okay. So my dear all, thank you Alice ചേച്ചി for sharing it. സമാധാനമായിട്ട് ജീവിക്കും കേട്ടോ. നമ്മുടെ ഈ സെപ്പറേഷൻ എല്ലാം കളഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കണം. നമ്മളെല്ലാം ഈ ഭൂമിയുടെ അവകാശികളാണ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വന്നവരാണ്. നമ്മളിൽ എല്ലാവരിലും ഈശ്വരന്റെ ശക്തി ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തിയിലല്ല, 2 വ്യക്തിയിലല്ല, 3 വ്യക്തിയിലല്ല, എല്ലാവരിലും ഈശ്വരന്റെ ശക്തി ഇരിപ്പുണ്ട്. ഓക്കെ, പ്ലീസ് അത് മനസ്സിലാക്കൂ. ഒരുപക്ഷെ നമ്മളെ എന്താ പറയാ, എനിവേ നമ്മളിൽ എല്ലാവരിലും ഇരിപ്പുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളെല്ലാം നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. ഓക്കെ, ശരി. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഒരുപക്ഷെ കടന്നു പോകുന്ന ട്രെയിന്, ബസ് ഓർ എന്ത് വാഹനമായിരുന്നാലും അതിരുന്ന് വർക്ക് ചെയ്തുണ്ടാക്കുന്ന എന്താ പറയാ മെക്കാനിക്കും ഒക്കെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം അവരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടും ഒക്കെയാണ് നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മളെ സഹായിക്കുന്ന മനുഷ്യരെ അവരൊക്കെ നെഗറ്റീവാണ്, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുന്നത് സ്വയം ചിന്തിക്കൂ. ഈസ് ഇറ്റ് റിയലി കൈൻഡ്? ഓക്കെ, ശരി. ഏകദേശം ഇന്നത്തേക്കുള്ള ഭക്ഷണമായോ? എന്താണ് സർ? വയറ് നിറഞ്ഞു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഇവാലുവേഷൻ? ഈ ക്ലാസ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വളരെ നല്ല ക്ലാസ് ആണ്. താങ്ക് യു ജിത ചേച്ചി. ബോധം എല്ലാവരിലും കൃത്യമായി എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ചർച്ചകൾ. താങ്ക് യു. വളരെ നന്നായിരുന്നു. അയ്യോ, ഇന്ന് ക്ലാസ് കഴിഞ്ഞോ? ആ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ അടുത്ത പ്രോസസ്സിൽ പോവാൻ പോവാ. സിംഫണി. അല്ല, സിംഫണി. അയ്യോ സോറി, സിംഫണിക്ക് വേണ്ടിയാണ് ഞാൻ റെഡിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുവാണ്. അപ്പൊ ഞാനോർത്തു അത് കഴിഞ്ഞു പോയാന്ന് ഓർത്തു. ആയല്ലോ ഫൗണ്ടേഷൻ ക്ലാസ് വന്നപ്പോ. അപ്പൊ ഇനി ആക്സസ് ഒന്നും പഠിച്ചവരെ വേണ്ടേ മാമിന്? അപ്പൊ അടുത്ത 2 ദിവസം അടുപ്പിച്ച് ക്ലാസ്.
ചേച്ചി ഇല്ല എന്താ ഞാൻ പറഞ്ഞത്? ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആക്സസ് പഠിച്ചവരെ വിട്ടുകളഞ്ഞത് കാരണം ഉപേക്ഷിച്ചത്. ഇതുപോലുള്ള മീറ്റിങ്ങുകൾ കുറഞ്ഞല്ലോ അപ്പൊ നമുക്ക് കാണാണ്ടേ നമുക്ക് ഒരു സപ്പോർട്ടാണല്ലോ കിട്ടുന്നത് ക്ലാസ്സുകളിൽ നിന്ന്. അപ്പൊ കാണാതെ ഇപ്പൊ അവിടെ ബിസി ആയിട്ടുണ്ടാവോ എന്ന് ചിന്തിച്ചു. അപ്പൊ എന്റെ രണ്ടു ദിവസം അടുപ്പിച്ച് വന്നു. വളരെ ബിസി ആയിരുന്നു കുറെ ദിവസം. ആക്ച്വലി ഹൗ ടു ബിക്കം മണി വർത്ത് ബുക്കിന്റെ ക്ലാസ്സുകളും തിരക്ക്. എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്നുണ്ട്, പക്ഷേ ചില വേറെ വേറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മൈ ഡിയർ ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായം നിങ്ങൾ എല്ലാവരും പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി തന്നെ തരണം. ഇതിനകത്ത് യൂട്യൂബ് കമന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതി തരണം. ഇത് ആക്ച്വലി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് കമന്റ് ആയിട്ട് എഴുതുക. ഫ്യൂച്ചറിൽ കാണുന്നവരും യൂട്യൂബ് കമന്റ് ആയിട്ട് എഴുതുക. കാരണം എന്ന് വെച്ചാല് മേ ബി നാളെയും കാലഘട്ടങ്ങൾ കഴിഞ്ഞും ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞും ഇതൊക്കെ കാണുന്ന വ്യക്തികൾക്ക് ബോധം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ വാക്കുകൾ ഒരുപക്ഷെ ഗുണപ്പെടുകയാണെങ്കിലോ, നിങ്ങൾ ഇന്ന് എഴുതുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ അത് ഗുണപ്പെടുകയാണെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി എഴുതാവുന്നതാണ് കേട്ടോ. നമുക്ക് എല്ലാ മനുഷ്യരെയും നമ്മൾ വെറുക്കുന്ന മനുഷ്യർ ഉൾപ്പെടെ നമുക്ക് ഡയറക്ട്ലി വെറുപ്പ് തോന്നാം, പക്ഷെ അവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവരെയും ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ ഏത് പേരിൽ വിളിക്കുന്ന ഈശ്വരനായിരുന്നാലും സൃഷ്ടിച്ചതാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയും. ഏത് പേരിൽ വേണമെങ്കിലും വിളിച്ചോളൂല്ലോ, പക്ഷേ ഈശ്വരൻ സൃഷ്ടിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വരന്റെ ഒരു സൃഷ്ടിയെ നമുക്ക് അപമാനിക്കാതിരിക്കാം. നമുക്കറിയില്ല ഒരു വ്യക്തി എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഈ തലത്തിലായിരിക്കുന്നു, പെരുമാറുന്നു എന്നതൊന്നും നമുക്കറിയില്ല. നമുക്ക് അപഹസിക്കാതിരിക്കാം. ഓക്കെ, ശരി. മൈ ഡിയർ ഓൾ, so I'm just winding up this now. Stay in the thing itself. I'm just stopping the record.